നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങള് വിക്രം സാറിന്റെ ഓഫീസിൽ പോയ കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. വലിയൊരു ഓഫീസും ഒരുപാട് ജോലിക്കാരെയും അവിടേക്ക് സഹായം ചോദിച്ചു വരുന്നവരെയും എല്ലാം കൂടി കണ്ടപ്പോ ഞങ്ങളാകെ അമ്പരന്നു പോയി. അതിനേക്കാളും ഞെട്ടിയത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ ഇറക്കിയതും ആ ബ്ലേഡ് പലിശക്കാരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഈ വിക്രം സാർ ആയിരുന്നു എന്ന് അറിഞ്ഞപ്പോഴാ. അച്ഛനീ പറയുന്ന സത്യാണോ? അതെ, ഞങ്ങള് വിക്രം സാറിന്റെ ഗസ്റ്റ് റൂമിൽ ഇരിക്കുമ്പോ ബ്ലേഡ് കമ്പനി മുതലാളി മാധവേട്ടനെ വിളിച്ചിരുന്നു. അയാളാണ് ഇക്കാര്യം പറഞ്ഞത്. എന്നിട്ട് ഹരിത പറഞ്ഞത് അവളുടെ അച്ഛൻ കരുണാകരക്കുറിപ്പ് രക്ഷപ്പെടുത്തിയെന്നാണല്ലോ. അത് പിന്നെ അച്ഛനെ 2-3 തവണ വിളിച്ചപ്പോഴും എല്ലാം ശരിയാക്കി തരാന്നാ പറഞ്ഞ. അതുകൊണ്ടാ സഹായിച്ചത് അച്ഛനാണെന്ന് വിചാരിച്ച. വേണ്ട, ഇനിയിപ്പോ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കാനാ. മാധവ, കേട്ടെടുത്തോളോ, ഈ വിക്രം നല്ലവനായ ഒരു ചെറുപ്പക്കാരനാ. നിന്നെ ആപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മനസ്സ് കാണിച്ചവൻ. അങ്ങനെയുള്ള ഒരു മരുമകനെയാണ് നിനക്കിപ്പോ വേണ്ടത്. അതുകൊണ്ട് വിക്രമും വർഷയും തമ്മിലുള്ള ബന്ധം ഉടനെ അങ്ങ് നടത്തി കൊടുക്കുക. നിന്റെ ആമക്കളോട് ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവരൊക്കെ നിന്നെ ഒരാപത്തിലും തിരിഞ്ഞു നോക്കുന്നവരല്ല, വെറും ചാണവലകള്. ഇവരെ വിട്ടേക്ക്. ഇതെന്താ ആരും എന്റെ അഭിപ്രായം ചോദിക്കാത്തത്? നീ അടങ്ങിയിരിക്കെ. എന്തിനാ വെറുതെ എല്ലാവരും വിളിച്ചു കൂട്ടിയത്? അച്ഛനും അമ്മയും അച്ഛമ്മയോട് ചോദിച്ച് ഏകപക്ഷീയമായി തീരുമാനിച്ച് കാര്യങ്ങൾ ഉറപ്പിച്ചാ മതിയായിരുന്നല്ലോ. ഞങ്ങളൊക്കെ വെറും ചാണവലകളല്ലേ? വാടാ നിക്ക്. അന്തനേച്ചി, ആ പണച്ചാക്കിനൊപ്പം എനിക്ക് പടിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവോ? അമ്മ പറഞ്ഞത് അമ്മയുടെ അധികാരമാണ്, അത് കാര്യമാക്കണ്ട. വർഷയുടെ കാര്യത്തിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. വർഷയും വിക്രമവും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഏതായാലും വിക്രമിനെ കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കണം. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ സഹോദരങ്ങള് വിക്രമിനെ കുറിച്ചൊന്ന് അന്വേഷിക്കേ, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ഇനി അച്ഛന്റെ വാക്ക് നിരസിച്ചു എന്ന് വേണ്ട. വിക്രമിനെ കുറിച്ച് A to Z കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചോളാം. ഞാനും അതെ. സ്റ്റാർട്ടപ്പ് ബിസിനസ് ഒക്കെ തൽക്കാലം നിർത്തിവെച്ച് ഞാനും അന്വേഷണം തുടങ്ങാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.